നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപ് കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ കേസിൽ ഉടൻ പ്രതികരിക്കാനില്ലെന്ന നിലപാടിൽ അതിജീവിത. എന്തായാലും അതിജീവിതയുടെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, തനിക്ക് ഇപ്പോൾ നിലവിലൊന്നും പറയാനില്ല എന്ന നിലപാടാണ് അതിജീവിത എടുക്കുന്നത്. വിധി വന്ന പശ്ചാത്തലത്തിലും അവൾക്കൊപ്പം എന്ന പോസ്റ്റ് പങ്കുവെച്ച് നടിമാർ രംഗത്തു വന്നു. നടിമാരായ രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത് എന്നിവരാണ് അവൾക്കൊപ്പം എന്ന പോസ്റ്റ് പങ്കുവച്ചത്. മലയാള സിനിമയിൽ വിവാദങ്ങൾ നിറഞ്ഞ കേസായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം. കേസിൽ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം എന്നാണ് ഒടുവിൽ താരസംഘടനയായ അമ്മയും പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചത് ജനറൽ സെക്രട്ടറിയായിരുന്ന മമ്മൂട്ടിയാണ്. സിനിമയിൽ ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്ന് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സംഘടനയിൽ അഴിച്ചുപണി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും അഭിനേതാക്കളുടെ ക്ഷേമത്തിനായി രൂപവൽക്കരിച്ച അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തോട് പ്രതിപത്തിയില്ലെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. ദിലീപിന്റെ പ്രാഥമിക അംഗത്വവും ട്രഷറർ സ്ഥാനവും റദ്ദ് ചെയ്യാനാണ് അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അന്ന് തീരുമാനിച്ചത്. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരളയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും ദിലീപിനെ പുറത്താക്കി. ഇതോടെ സിനിമാ രംഗത്തെ എല്ലാ സംഘടനകളിൽ നിന്നും ദിലീപ് പുറത്തായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ മുൻ ഭാര്യയ്ക്കെതിരെ പ്രതികരണവുമായും നടൻ ദിലീപ് എത്തി. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞെടുത്തതെന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചതെന്ന് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനെ കണ്ടതിനു ശേഷം ദിലീപ് സ്വന്തം ഭവനത്തിലേക്ക് തിരികെ എത്തി. മകൾക്കൊപ്പവും ഭാര്യ കാവ്യമാധവനൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും മഞ്ജുവാർക്കെതിരെ ആരോപണമുനകൾ ഇതുകൊണ്ടാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മഞ്ജു പറഞ്ഞതിന് പിന്നാലെ അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടാക്കിയെന്നും കേസെടുത്തതെന്നുമാണ് ദിലീപിന്റെ ആരോപണം. അതിനായി കേസിലെ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. എന്നിട്ട് പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് ദിലീപിന്റെ ആരോപണം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നടൻ ദിലീപ് പ്രതികരണം ആരംഭിച്ചത്. കേസിൽ വിധി കേട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് സർവശക്തനായ ദൈവത്തിന് നന്ദിയെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസിലെ യഥാർത്ഥ ഗൂഢാലോചന തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ദിലീപ് ആരോപിച്ചു. പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ കോടതിയിൽ തകർന്നുവെന്നും കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നെ പ്രതിയാക്കാനാണ്, സമൂഹത്തിൽ എൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാനാണ് ചെയ്തതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. അമ്മയുടെ ആവശ്യപ്രകാരം ദിലീപ് രാജിവെച്ചുവെന്ന് അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ദിലീപ് വിഷയത്തിന് പരിഹാരമായെന്നും അമ്മയുടെ ആവശ്യപ്രകാരം ദിലീപ് സംഘടനയിൽ നിന്ന് രാജിവെച്ചുവെന്നുമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. ഒക്ടോബർ 10-നാണ് ദിലീപിന്റെ രാജിക്കത്ത് ലഭിച്ചതെന്നും WCCയുടെ പ്രധാന വിഷയമായി ഇത് മാറുന്നതിന് മുൻപേ ദിലീപിന്റെ രാജി പരിഗണിച്ചിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. എന്തായാലും നടിയെ ആക്രമിച്ച സംഭവത്തിൽ ആദ്യത്തെ 6 പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. നിലവിൽ അതിജീവിത പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ നിലവിൽ താല്പര്യമില്ല എന്നാണ് അവരുടെ നിലപാട്.